ലെസണിൽ നമ്മൾ എങ്ങനെ നമ്മുടേതായ വിഡ്ജറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പരിശോധിക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ന്യൂ ഡാറ്റ് ഫയൽ. ഞാനിവിടെ വിഡ്ജറ്റിൽ വന്നിട്ട് പുതിയൊരു ഡാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. മൈ വിഡ്ജറ്റ്. ഓക്കെ, ഇതിനുള്ളിൽ ഞാനൊരു കണ്ടെയ്നർ ഉപയോഗിച്ച് ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഫ്ലട്ടർ നൽകുന്ന വിഡ്ജറ്റുകൾ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? അതായത് ടെക്സ്റ്റ് വിഡ്ജറ്റ്, അതുപോലെ തന്നെ റോ വിഡ്ജറ്റ്, കോളം വിഡ്ജറ്റ്, അങ്ങനെയുള്ള വിഡ്ജറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമ്മൾ തന്നെ ഒരു കണ്ടെയ്നർ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിനായിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു മെറ്റീരിയൽ ഡാറ്റ്. അതിനുശേഷം ഞാൻ എൻ്റെ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു റെഡ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് എൻ്റെ ആപ്ലിക്കേഷനിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് റെഡ് ബോക്സ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, ഇതിനെന്ത് വേണം? ബിൽഡ് മെത്തേഡ് വേണം. ബിൽഡ് മെത്തേഡ് അതായത് 100 ഹൈറ്റും 100 വെഡ്ത്തുമുള്ള ഒരു കണ്ടെയ്നറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് റിട്ടേൺ കണ്ടെയ്നർ. എൻ്റെ വിഡ്ത്തും ഹൈറ്റും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നു. അതായത് എൻ്റെ കണ്ടെയ്നറിൻ്റെ എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ സൈസ് 100 ആണ്. എന്നാൽ ഇതിന് ഒരു ബോർഡർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കളർ ഉണ്ടായിരിക്കും, ബോർഡറിന് തിക്നെസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഡെക്കറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡെക്കറേഷൻ, ദെൻ ബോക്സ് ഡെക്കറേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ എൻ്റെ കണ്ടെയ്നറിൻ്റെ അതായത് റെഡ് ബോക്സിൻ്റെ കളറാണ് പറഞ്ഞു നൽകേണ്ടത്. എൻ്റെ റെഡ് ബോക്സിൻ്റെ കളറാണ് ഞാനിവിടെ ഇനി പറഞ്ഞു നൽകാൻ പോകുന്നത്. കളേഴ്സ് ഡോട്ട് റെഡ്. ഓക്കെ, ഇനി അടുത്തത് ബോർഡറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ബോർഡർ അതായത് എൻ്റെ ബോക്സിൻ്റെ 4 സൈഡിലുള്ള ബോർഡറിനും ഒരു സിംഗിൾ കളറാണ് ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബോർഡർ ഡോട്ട് ഓൾ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് നൽകുന്നു. റെഡ് അല്ല, ഞാനിവിടെ യെല്ലോ ആണ് കൊടുക്കുന്നത്. യെല്ലോ. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എൻ്റെ ബോർഡറിൻ്റെ തിക്നെസ് ആണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു 10. ഓക്കെ, എൻ്റെ റെഡ് ബോക്സ് വിഡ്ജറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ബിൽഡ് മെത്തേഡ് നൽകുന്നു. ദെൻ ഇതിനുള്ളിൽ ഞാൻ എൻ്റെ റെഡ് ബോക്സിനെ കോൾ ചെയ്യുകയാണ്. ഓക്കെ, റിട്ടേൺ റെഡ് ബോക്സ്. എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. void main. ഞാനൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് നൽകാനായിട്ട് സാധിക്കും. റൺ ആപ്പ്. ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റൺ ആപ്പ് മൈ ആപ്പ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ റൺ ചെയ്തിരിക്കുകയാണ്. അത് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റെഡ് ബോക്സ് എന്ന് പറയുന്ന ബോക്സ് എൻ്റയർ സ്ക്രീൻ യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് മെറ്റീരിയൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സൈസിങ് ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റയർ സ്ക്രീൻ ആയിരിക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഹൈറ്റും കൊടുത്താൽ പോലും എൻ്റയർ സ്ക്രീൻ ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്കാഫോൾഡ് നൽകാം. അതിനായിട്ട് ഞാൻ ഈ റെഡ് ബോക്സ് എന്നുള്ളത് റിമൂവ് ചെയ്യുന്നു. മെറ്റീരിയൽ ആപ്പ് സ്കാഫോൾഡിനുള്ളിൽ ആ ബാർ നൽകുന്നു.
Abba, title, text widget, my widget. ബോഡി ആയിട്ട് ഞാൻ സ്കാഫോൾഡിങ് നൽകുന്നത് എൻ്റെ റെഡ് ബോക്സ് ആയിരിക്കും. റെഡ് ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. അതിനായിട്ട് ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും 100 സൈസുള്ള ഒരു റെഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബോർഡർ കളർ എന്താണ്? യെല്ലോ ആണ്. അതിൻ്റെ തിക്നെസ് നമ്മൾ 10 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി റെഡ് ബോക്സിൻ്റെ പാഡിങ് നൽകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റെഡ് ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യാം. അതിനുശേഷം പാഡിങ് എന്നുള്ള റാപ്പ് വിത്ത് പാഡിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. 8 ഞാനൊരു 28 നൽകുകയാണ്. എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ വിഡ്ജറ്റിന് പാഡിങ് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സർക്കിൾ ആയിട്ടുള്ള ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മളിവിടെ റെഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ റെഡ് ബോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് റെഡ് ബോൾ എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. അതിനുള്ളിൽ എൻ്റെ ബിൽഡ് മെത്തേഡ് നൽകുന്നു. എന്നിട്ട് എൻ്റെ കണ്ടെയ്നർ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ കണ്ടെയ്നർ. ഓക്കെ, എൻ്റെ കണ്ടെയ്നറിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. വിഡ്ത്ത് 100, then ഹൈറ്റ് 100. എൻ്റെ കണ്ടെയ്നർ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഡെക്കറേഷൻ നൽകുന്നു. ബോക്സ് ഡെക്കറേഷൻ. അതിനുള്ളിൽ ഞാൻ കളർ നൽകുന്നു. കളർ ഡോട്ട് ഡെഡ്, കളേഴ്സ് ഡോട്ട് റെഡ്. ഇനി എന്താണ് എനിക്ക് നൽകേണ്ടത്? അതായത് എൻ്റെ ബോർഡർ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ബോർഡർ ഡോട്ട് ഓൾ കളേഴ്സ് ഡോട്ട് ഗ്രീൻ. ഓക്കെ, ഞാൻ വിഡ്ത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ നേരത്തെ റെഡ് ബോക്സിന് നൽകിയ അതേ വിഡ്ത്ത് തന്നെയാണ് ഞാനിവിടെ ഇതിനും നൽകുന്നത്. 10. ഇവിടെ ഞാൻ റെഡ് ബോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് റെഡ് ബോളായിട്ടല്ല, ഇതിൻ്റെ ഷേപ്പും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം. എനിക്ക് സർക്കുലർ ഷേപ്പാണ് വേണ്ടത്. ഷേപ്പ് ബോക്സ് ഷേപ്പ് സർക്കിൾ എന്നുള്ള പ്രോപ്പർട്ടി നൽകാം. ഓക്കെ, ഇനി എൻ്റെ റെഡ് ബോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ റെഡ് ബോളിനെ എവിടെയായിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ മെറ്റീരിയൽ ആപ്പിനുള്ളിലായിരിക്കും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ റെഡ് ബോൾ എന്ന് കൊടുക്കുക. റെഡ് ബോൾ. എന്നിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ റെഡ് ബോക്സിന് പകരമായിട്ട് നമുക്ക് പുതിയതായിട്ട് എന്താണ് വന്നിരിക്കുന്നത്? റെഡ് ബോളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 വിഡ്ജറ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് റെഡ് ബോളും അതുപോലെ തന്നെ റെഡ് ബോക്സും. ഓക്കെ, റെഡ് ബോക്സിൽ നമ്മൾ ബോർഡർ നൽകി, കളർ നൽകി. അത് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നൽകിയത്? ഡെക്കറേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നൽകിയത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്ത് നൽകിയിട്ടുണ്ട് ബോർഡറിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ റെഡ് ബോൾ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് നമ്മളൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഷേപ്പ് പ്രോപ്പർട്ടി എന്താണ്? ബോക്സ് ഷേപ്പ് ഡോട്ട് സർക്കിളാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ 2 വിഡ്ജറ്റുകളും നമുക്ക് നമ്മുടെ ആപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് പാഡിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ചൈൽഡ് പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു റോ കൊണ്ടുവരികയാണ്. റോ. എന്നിട്ട് റോയുടെ ചിൽഡ്രനായിട്ട് എൻ്റെ 2 വിഡ്ജറ്റുകളെ ഞാൻ കൊണ്ടുവരികയാണ്. ആദ്യത്തെ വിഡ്ജറ്റ് റെഡ് ബോക്സ്, സെക്കൻഡ് വിഡ്ജറ്റ് റെഡ് ബോൾ. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ റെഡ് ബോക്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ബോളും വന്നിരിക്കുകയാണ്. ഇതിന് ഞാൻ കുറച്ച് സ്പേസിങ് ആഡ് ചെയ്യുകയാണ്. സ്പേസർ ഉപയോഗിച്ച് സ്പേസർ ഫ്ലെക്സ് വാല്യൂ നൽകുന്നു 1.
ഹോട്ട് റീലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ റെഡ് ബോളും റെഡ് ബോക്സും നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ ഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എനിക്കിത് വേണമെങ്കിൽ കോളം വിഡ്ജറ്റിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. കോളം ഹോട്ട് റീലോഡ് ചെയ്യാം. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ എനിക്ക് വീണ്ടും ഇതിനെ റീയൂസ് ചെയ്യാനും സാധിക്കും. വീണ്ടും എനിക്ക് ആവശ്യമെങ്കിൽ വീണ്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും റെഡ് ബോക്സ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് റെഡ് ബോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും റെഡ് ബോക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു റെക്റ്റാങ്കിളാണ് വേണ്ടത് എന്ന് വിചാരിക്കാം. ആ ഒരു കേസിൽ നമുക്കിവിടെ നമ്മുടെ ഷേപ്പ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബോക്സ് ഡോട്ട് ഷേപ്പ് റെക്റ്റാങ്കിൾ എന്ന് കൊടുക്കാം. എന്നിട്ട് ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വീണ്ടും സർക്കിളിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യുന്നു.